ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ജിയാങ്ങിനെയാണ്. ജിയാങ് അല്പം തടിച്ച ശരീരപ്രകൃതമുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ മുറിയിൽ വറുത്തതിന്റെയും പൊരിച്ചതിന്റെയും ചിപ്സിന്റെയും ഒക്കെ പാക്കറ്റുകൾ അടുക്കിയടിക്കാണ് വെച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ജിയാങ്ങിന് ഇത്തരം ഫുഡുകൾ ഒരു വീക്ക്നെസ് ആണെന്ന്. ജിയാങ്ങിന് പടം വരയ്ക്കാൻ വലിയ ഇഷ്ടമാണ്. അവൾ ഒഴിവ് സമയം കിട്ടുമ്പോഴെല്ലാം പടം വരയ്ക്കാറുണ്ട്, മനോഹരമായ ചിത്രങ്ങൾ. ജിയാങ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി കൂടിയാണ്. അവള് സ്കൂളിലും ക്ലാസ്സിലുമെല്ലാം ഒരു കോമഡി പീസാണ്. മിക്കവാറും കുട്ടികൾ അവളെ കളിയാക്കാറേ ഉള്ളൂ. ജിയാങ്ങിന്റെ അമ്മയ്ക്കാണെങ്കിൽ ജിയാങ്ങിന്റെ ഈ ഒരു രൂപത്തിനോടോ അല്ലെങ്കിൽ അവള് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന മാർക്കിനോടോ ഒന്നും യാതൊരു താല്പര്യവുമില്ല. എപ്പോഴും പഠനവും ശരീരപ്രകൃതവും ഇംപ്രൂവ് ചെയ്യണമെന്ന് ജിയാങ്ങിന്റെ അമ്മ അവളോട് പറയാറുണ്ട്. ജിയാങ്ങിനെ അമ്മ വെയിങ് മെഷീനിൽ കയറ്റി നിർത്തി നോക്കുമ്പോൾ അവള് 81 കിലോയോളം ഭാരമുണ്ടായിരുന്നു. നിന്റെ മാർക്ക് താഴോട്ടും ശരീരഭാരം മുകളിലോട്ടുമാണല്ലോ പോകുന്നതെന്ന് അമ്മ അവളെ കളിയാക്കുന്നു. അമ്മ എന്തൊക്കെ പറഞ്ഞാലും പാക്കറ്റ് ഫുഡ്സ് കഴിക്കുന്നതും സ്കൂളിലേക്ക് പോകുന്ന വഴി സ്ഥിരമായി ഒരു സാൻഡ്വിച്ച് ഷോപ്പിൽ നിന്ന് സാൻഡ്വിച്ച് കഴിക്കുന്നതും ജിയാങ്ങിന്റെ ശീലമാണ്. ജിയാങ്ങിന് സ്കൂളിലുള്ള ഒരു പയ്യനോട് ക്രഷുമുണ്ട്. അവൾ അവളുടെ മനസ്സിൽ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒരു മനോഹര പ്രണയം. അങ്ങനെ ഇരിക്കെ സ്കൂളിലെ ഇലക്ഷനിൽ ജിയാങ് മത്സരിക്കുന്നു. അവൾക്ക് സത്യം പറഞ്ഞാൽ മത്സരിക്കാനും വോട്ട് ചോദിക്കാനുമുള്ള കോൺഫിഡൻസ് ഒന്നും ഇല്ലെങ്കിലും അവൾ സ്റ്റേജിൽ കയറി നിന്ന് ഒരുവിധം മറ്റു വിദ്യാർത്ഥികളോട് തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ എല്ലാവരെയും ഹോംവർക്കിലൊക്കെ താൻ സഹായിക്കുമെന്ന് പറഞ്ഞൊപ്പിക്കുന്നു. ഈ ഒരു മത്സരത്തിൽ ജിയാങ്ങിന്റെ എതിരാളി ഈ എന്ന ഒരു പെൺകുട്ടിയാണ്. അവളാണെങ്കിൽ വളരെ കോൺഫിഡന്റ് ആയി സ്റ്റേജിലേക്ക് കയറി വരുന്നു. അവളെ കണ്ടപാടെ ജിയാങ്ങിന്റെ പകുതി ഗ്യാസ് അങ്ങ് പോകുന്നു. വിദ്യാർത്ഥികളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷന് തന്നെ ജയിപ്പിച്ച പോലെ തന്നെ ഇത്തവണയും തന്റെ കൂട്ടുകാരെ ജയിപ്പിക്കുമെന്ന് അവൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്നാണ്. എങ്ങനെയും ഈ ഇലക്ഷന് ജയിക്കണമെന്ന ആഗ്രഹമുള്ള ജിയാങ് ഇലക്ഷൻ ദിവസം ഓരോ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് ചെന്ന് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ജിയാങ്ങിന് ഇഷ്ടമില്ലാത്ത ഒരു ചെറുക്കൻ അവളുടെ ബാഗ് തട്ടിയെടുക്കുന്നു. അവൾ ബാഗ് ചോദിക്കുമ്പോൾ നിനക്ക് നാളെയില്ല ഇങ്ങനെ വോട്ട് ചോദിക്കാൻ, എന്തായാലും നീ തോൽക്കും, പിന്നെ എന്തിനാ ഈ വോട്ട് ചോദിച്ച് തോൽക്കുന്നത് എന്നവളെ കളിയാക്കിക്കൊണ്ട് അവളുടെ ബാഗ് എടുത്ത് വെളിയിലേക്ക് ഒറ്റയേറ്. ആ ബാഗ് ആണെങ്കിൽ ചെന്ന് വീഴുന്നത് ഒരു മരത്തിന്റെ കൊമ്പിലാണ്. അതങ്ങനെ തങ്ങി നിൽക്കുന്നു. ഈ ഒരു കാര്യം കണ്ട് എല്ലാ വിദ്യാർത്ഥികളും ആ മരച്ചുവട്ടിൽ തടിച്ചുകൂടി നിൽക്കുന്നു. ജിയാങ് എങ്ങനെ അവളുടെ ബാഗ് എടുക്കുമെന്നറിയാൻ. ആരും തന്നെ സഹായിക്കില്ല എന്ന് അറിയാവുന്ന ജിയാങ് മരത്തിൽ വലിഞ്ഞു കയറി ബാഗ് എടുക്കാനുള്ള സാഹസികത കാണിക്കുന്നു. അവൾ മരത്തിൽ വലിഞ്ഞു കയറി ബാഗ് എടുക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം ഡപ്പേന്നും പറഞ്ഞ് ദേ കിടക്കുന്നു താഴെ. അത് കണ്ട് കൂട്ടുകാരെല്ലാം ആദ്യം ഒന്ന് ചിരിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് വല്ലതും പറ്റിക്കാണുമോ എന്ന സിമ്പതി അവരുടെ ഉള്ളിലുണ്ടാകുന്നു. അങ്ങനെ അല്പസമയം കഴിഞ്ഞ് ഇങ്ങനെ വോട്ടിംഗ് ഒക്കെ നോക്കുമ്പോൾ മുന്നേ 1-2 വോട്ട് മാത്രം ഉണ്ടായിരുന്ന ജിയാങ്ങിന് ഇപ്പോൾ വോട്ട് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്ന ഈക്ക് വല്ലാത്ത ടെൻഷൻ കയറുന്നു. ദൈവമേ, ഇനി പിള്ളേരെല്ലാം കൂടി സിമ്പതി മൂത്ത് അവൾക്കിട്ട് വോട്ട് കുത്തി തന്നെ തോപ്പിക്കുമോ എന്ന പേടി അവൾക്കുണ്ടാകുന്നു. ഈയിടെ ഈ ടെൻഷൻ അറിയുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ മിൻ ജിയാങ്ങിനിട്ട് പണി കൊടുക്കാമെന്ന് ഈക്ക് ഉറപ്പ് നൽകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സ്കൂളിലെ എക്സസൈസ് ക്ലാസ്സിൽ ഗ്രൗണ്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്ന കുട്ടികളുടെ ഒപ്പം നിന്ന് ജിയാങ് എക്സസൈസ് ചെയ്യുന്നതാണ്. അവൾക്ക് എക്സസൈസ് ഒന്നും ഇഷ്ടമല്ല, നന്നായി അവൾക്ക് ചെയ്യാനും കഴിയുന്നില്ല. എങ്കിലും ഇലക്ഷന് വോട്ടൊക്കെ കിട്ടണ്ടേ, അതിനുവേണ്ടി അവൾ മറ്റുള്ള കുട്ടികളുടെ കൂടെ നിന്ന് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവൾ ക്ലാസ്സിൽ എത്തുമ്പോഴാണ് അറിയുന്നത് അവളുടെ ക്ലാസ്മേറ്റ് ആയ മിന്നിന്റെ ബാഗിൽ നിന്ന് ആരോ പേഴ്സ് മോഷ്ടിച്ചു എന്ന്. മിൻ ഇത് ടീച്ചറിനെ അറിയിക്കുമ്പോൾ ടീച്ചർ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും ബാഗ് മിൻ നേരിട്ട് പരിശോധിച്ചോളാനുള്ള അനുമതി നൽകുന്നു. അങ്ങനെ മിൻ ഓരോരുത്തരുടെ ബാഗായി പരിശോധിക്കുന്നു. ആ സമയത്തെല്ലാം മിന്നിന്റെ കണ്ണ് ജിയാങ്ങിന്റെ ബാഗിലേക്കാണ്. ഇപ്പൊ തന്നെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു പണി ജിയാങ്ങിനിട്ട് കൊടുക്കാനായിട്ട് മിൻ മനഃപൂർവ്വം അവളുടെ പേഴ്സ് ജിയാങ്ങിന്റെ ബാഗിൽ ഇട്ടതാണ്. ജിയാങ് അവളുടെ ബാഗിൽ കൈയിടുമ്പോൾ ഒരു പിങ്ക് പേഴ്സ് ജിയാങ്ങിന് കിട്ടുന്നു. ജിയാങ്ങിന്റെ നെഞ്ചിടിക്കുന്നു. ഇതെങ്ങനെ തന്റെ ബാഗിൽ വന്നു എന്ന് ജിയാങ്ങിനാണെങ്കിൽ അറിയില്ല. ഇതേ സമയം മിൻ ജിയാങ്ങിന്റെ അടുത്തെത്തി ആ പേഴ്സ് ടീച്ചറിനെ കാണിക്കുന്നു. തന്റെ പേഴ്സ് അടിച്ചു മാറ്റിയത് ജിയാങ് ആണെന്ന് മിൻ കംപ്ലൈന്റ് ചെയ്യുന്നു. തെളിവോടുകൂടി ജിയാങ്ങിനെ പിടിച്ചതുകൊണ്ട് ടീച്ചറും അത് വിശ്വസിക്കുന്നു. അങ്ങനെ അതിനുള്ള ശിക്ഷയായി അവളെ ഇലക്ഷനിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ജിയാങ് വളരെ സങ്കടത്തിലാണ് അന്ന് വീട്ടിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിൽ എത്തുന്നത്. ആ സമയം അവിടെ വെച്ചൊരു വൃദ്ധയെ ജിയാങ് പരിചയപ്പെടുന്നു. ആ വൃദ്ധ ജിയാങ്ങിന് അന്ന് സംഭവിച്ച കാര്യങ്ങളെ പറ്റിയെല്ലാം അവളോട് സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന ജിയാങ്, നിങ്ങൾക്ക് എങ്ങനെ എന്നെ പറ്റി ഇത്രയും കാര്യങ്ങൾ അറിയാം? എനിക്കിന്ന് എന്തൊക്കെ സംഭവിച്ചെന്ന് എത്ര കൃത്യമായിട്ടാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളെന്താ ഇന്ന് എന്നെ ഫോളോ ചെയ്യുകയായിരുന്നു എന്ന് ജിയാങ്ങിന്റെ ചോദ്യം കേൾക്കുന്ന ആ വൃദ്ധ അവളുടെ മുഖത്തിന് നേരെ അവരുടെ കൈ വീശി അവളെ പതിയെ ഉറക്കുന്നു. പിന്നീട് ജിയാങ് കണ്ണു തുറക്കുമ്പോൾ അവൾ ബെഡിലാണുള്ളത്. ജിയാങ് ഉടനെ തന്നെ ഉറക്കമുണർന്ന് സ്കൂളിൽ പോകാനായി റെഡിയായി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ ടേബിളിൽ ഒരു ബ്രേസ്ലെറ്റ് ഇരിക്കുന്നത് അവളെ ശ്രദ്ധിക്കുന്നത്. ഇത് അവളുടെ ബ്രേസ്ലെറ്റ്
ബ്രേസ്ലെറ്റ് അല്ല എന്ന കാര്യം അവൾക്ക് ഉറപ്പാണ്. എന്തായാലും നല്ല മനോഹരമായ ആ ബ്രേസ്ലെറ്റ് എടുത്ത് അവൾ കയ്യിൽ അണിയുന്നു. അതിൽ അവൾ തൊടുന്ന സമയം അതിൽ നീല നിറത്തിലുള്ള വെളിച്ചം തെളിയുകയും ഒരു 24 മണിക്കൂറിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്നു. സ്കൂളിൽ പോകുന്നതിന് മുന്നേ യാത്ര പറയാനായി അമ്മയെ തിരക്കുമ്പോൾ വീട്ടിലെങ്ങും അമ്മയെ കാണുന്നില്ല. അവൾ എന്തായാലും സൈക്കിൾ എടുത്ത് നേരെ സ്കൂളിലേക്ക് പുറപ്പെടുന്നു. റോഡിലെങ്ങും ഒരു ഈച്ച പോലുമില്ല. അവൾ പതിവായി സാൻഡ്വിച്ച് കഴിക്കാറുള്ള ആ കടയിൽ കടക്കാരനെയും കാണുന്നില്ല. സ്കൂളിലെത്തുമ്പോൾ സ്കൂളിൽ ആരുമില്ല, ക്ലാസ്സിൽ ആരുമില്ല. മൊത്തത്തിൽ അവള് മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന മട്ടിൽ നോക്കുന്നിടത്തെല്ലാം ശൂന്യമായി കിടക്കുന്നു. എന്തായാലും ജിയാങ്ങിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. അവള് സ്കൂളിലെ ഭിത്തിയിലെല്ലാം ചുവന്ന പെയിന്റ് കൊണ്ട് എന്തൊക്കെയോ വരച്ചു വെക്കുന്നു. തിരിച്ച സാൻഡ്വിച്ച് കടയിലെത്തി വയറ് നിറച്ച് സാൻഡ്വിച്ച് കഴിക്കുന്നു. കൂളായി വീട്ടിൽ വന്ന് വയറ് നിറഞ്ഞതിന്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങുന്നു. അവൾ ഉറങ്ങുന്ന സമയം അവളുടെ ബ്രേസ്ലെറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനത്തിൽ തട്ടുമ്പോൾ വീണ്ടും സമയം പഴയതുപോലെ ആകുന്നു. അതായത് മുന്നേ അവള് ബ്രേസ്ലെറ്റ് ഇടുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന സമയത്തിലേക്ക് പോയിരിക്കുകയാണ്. ജിയാങ്ങിന്റെ അമ്മ രാവിലെ എത്തി അവളെ ഉറക്കമുണർത്തുന്നു. ജിയാങ് അമ്മയോട് യാത്ര പറഞ്ഞ് റെഡിയായി സ്കൂളിലേക്ക് പോകുന്ന വഴി സാൻഡ്വിച്ച് കടയുടെ മുന്നിലെത്തുമ്പോൾ അവള് മുന്നേ സാൻഡ്വിച്ച് കഴിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ സാൻഡ്വിച്ച് കടയിൽ സാൻഡ്വിച്ച് ഒന്നും തന്നെ ഇല്ല. പക്ഷെ കടക്കാരന് ഇതെങ്ങനെ തന്റെ സാൻഡ്വിച്ചുകളെല്ലാം പോയെന്ന് ഒരു പിടുത്തവും കിട്ടാതെ അയാൾ അവിടെ നിൽക്കുകയാണ്. ജിയാങ് സ്കൂളിലെത്തുമ്പോൾ ആരോ കുത്തി വരച്ച ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കി കുട്ടികൾ അവിടെ തടിച്ചു കൂടി നിൽക്കുന്നു. ജിയാങ് ഒഴിച്ച് മറ്റുള്ളവർക്കെല്ലാം എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചതായി മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. ജിയാങ് ആണെങ്കിൽ ഈ ചെയ്ത കാര്യങ്ങൾ അവൾക്കിനി തിരിച്ചെടുക്കാനും സാധിക്കില്ല. സമയം പഴയതുപോലെയായി ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നതെങ്കിലും ജിയാങ്ങിന് അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. വീട്ടിലേക്ക് എത്തിയ ജിയാങ് അവളുടെ മുറിയിൽ ആ വൃദ്ധയെ കാണുന്നു. അവള് മുന്നേ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട അതേ വൃദ്ധയെ. ഇവരെന്താ തന്റെ മുറിയിലെന്ന് ഓർത്ത് അന്തം വിട്ട് നിൽക്കുകയാണ് ജിയാങ്. ആ സമയം ആ വൃദ്ധ ജിയാങ്ങിന്റെ ആ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റിനെ പറ്റി അവളോട് പറയുന്നു. അത് മാന്ത്രിക ബ്രേസ്ലെറ്റ് ആണ്. ഈ ബ്രേസ്ലെറ്റിന് സമയത്തെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കുന്ന ആൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം എക്സ്ട്രാ ലഭിക്കും. അതായത് മറ്റുള്ളവർക്കെല്ലാം 7 ദിവസമുള്ളപ്പോൾ ഈ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കുന്ന ആൾക്ക് 8ാമത്തെ ഒരു ദിവസം കൂടി ലഭിക്കുന്നതാണ്. മറ്റാരുടെയും ശല്യമില്ലാതെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു 8ാമത്തെ ദിവസം. കൂടാതെ ഈ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് എന്ത് സാധനങ്ങളെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനെല്ലാം കോൺസിക്വൻസസ് ഉണ്ടാവുന്നതാണ്. ഉദാഹരണത്തിന് ജിയാങ് ഈ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് ഒരു സാധനം മാറ്റുമ്പോൾ ആ സാധനം ആ സമയം ഉപയോഗിക്കുന്ന ആൾക്ക് അതിന്റെ എഫക്റ്റ് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണല്ലോ മുന്നേ അവള് സാൻഡ്വിച്ച് കഴിച്ചപ്പോൾ പിന്നെ സമയം പഴയ രീതിയിലായപ്പോഴും ആ സാൻഡ്വിച്ച് അവിടെ നിന്ന് ഇല്ലാതായത്. അങ്ങനെ ഈ ബ്രേസ്ലെറ്റ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന കാര്യമെല്ലാം ആ വൃദ്ധ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുന്ന ജിയാങ് അവളുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് ആരും കാണാതെ അവളുടെ ക്രഷായ ഗൂബയെ ഫോളോ ചെയ്യുന്നു. ഗൂബയുടെ വീടിനടുത്തെത്തുന്ന അവൾ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് എല്ലാവരെയും ഡിസപ്പിയർ ആക്കിയ ശേഷം ഗൂബയുടെ വീട്ടിലേക്ക് കയറുന്നു. അവന്റെ മുറിയിൽ കയറിയിരുന്ന അവള് അവനായി ഒരു പ്രേമലേഖനം എഴുതുകയാണ്. പിന്നീട് സമയം പഴയ രീതിയിലാകുന്ന ടൈമിൽ തന്റെ റൂമിലേക്ക് എത്തുന്ന ഗൂബെ അവൻ ആരോ എഴുതിയ ആ ഒരു പ്രേമലേഖനം കാണുന്നു. അവൻ ഉടനെ അമ്മയോട് അമ്മ ഇവിടെ ആരെങ്കിലും എത്തിയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ വെളിയിൽ നിന്ന് പ്രത്യേകിച്ച് ആരും ഇങ്ങോട്ട് വന്നില്ല എന്ന് അവനോട് പറയുന്നു. എന്തായാലും ഏതോ ഒരു അജ്ഞാത പെൺകുട്ടിയാണ് തനിക്ക് പ്രേമലേഖനം എഴുതിയതെന്ന് മനസ്സിലാക്കുന്ന ഗൂബെ അതിന് മറുപടി എഴുതി അവന്റെ ടേബിളിൽ തന്നെ വെക്കുന്നു. പിന്നീട് ഇതുപോലെ ആ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് ഗൂബയുടെ മുറിയിലേക്ക് എത്തുന്നത് ജിയാങ് പതിവാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ ഗൂബെ അവളുടെ പ്രേമലേഖനത്തിന് എഴുതിയ മറുപടിക്ക് വേറൊരു മറുപടി എഴുതി അവിടെ വെക്കുന്നു. പിന്നീട് സമയം പഴയ പോലെ ആകുമ്പോൾ ഗൂബെ അതിന് മറുപടി എഴുതുന്നു. പിന്നെ ഇതങ്ങ് ശീലമാകുന്നു. രണ്ടുപേരും ഇങ്ങനെ കത്തുകളിലൂടെ സംസാരിക്കാൻ തുടങ്ങുന്നു. ഗൂബയ്ക്കുള്ള കത്ത് ജിയാങ് എഴുതി ടേബിളിൽ വെക്കും. ഗൂബെ പിന്നീട് അതിനുള്ള മറുപടി എഴുതി ടേബിളിൽ വെക്കും. അങ്ങനെയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഗൂബെ പലപ്പോഴും അവളോട് നീ ആരാ, വല്ല ഏലിയനുമാണോ, എങ്ങനെയാ ഈ കത്തുകളൊക്കെ എന്റെ മുറിയിൽ കൊണ്ടുവെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജിയാങ് ഏലിയൻസിനെ കാണാനൊന്നും അത്ര ഭംഗിയില്ല, ഞാനേ ഒരു മാലാഖയാണെന്ന് അവന് മറുപടി കൊടുക്കുന്നു. അത് വായിക്കുന്നവൻ തനിക്കൊരു മാലാഖയെ കാണാനും മാലാഖയുടെ കൂടെ കൂട്ടുകൂടാനും അതിയായ കൊതിയുണ്ടെന്ന് അവൾക്ക് തിരിച്ചും മറുപടി കൊടുക്കുന്നു. തന്റെ പ്രണയത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ ഈ ബ്രേസ്ലെറ്റിന്റെ പവർ ജിയാങ് ഉപയോഗിക്കുന്നത്. സ്കൂളിൽ ചെല്ല അല്ലറ ചില്ലറ തിരുമറികൾ കാണിക്കാനും അവൾ ഉപയോഗിക്കുന്നുണ്ട്. തിരുമറികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സ്കൂളിൽ അവധിയുടെ സർക്കുലർ ഒക്കെ തയ്യാറാക്കുന്ന സമയം ഇവൾ കുറച്ചു ദിവസം കൂടുതൽ അവധിയൊക്കെ അവളുടെ ഈ ബ്രേസ്ലെറ്റിന്റെ പവർ ഉപയോഗിച്ച് ആരും കാണാതെ പോയി തിരുത്തി എഴുതാറുണ്ട്. അങ്ങനെ പതിവില്ലാതെ 10 ദിവസത്തെ അവധി നോട്ടീസ് വായിച്ച് ടീച്ചർ പ്രഖ്യാപിക്കുമ്പോൾ കുട്ടികളെല്ലാം തുള്ളിച്ചാടുകയാണ്. ഈ ഒരു നോട്ടീസ് വായിച്ചു കഴിഞ്ഞാണ് ടീച്ചർ തന്നെ 10 ദിവസത്തെ അവധിയോ, ഇങ്ങനെ അല്ലായിരുന്നല്ലോ അച്ചടിച്ചിരുന്നത് എന്ന് അന്തം വിട്ടു പോകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് സോക്കർ ഗെയിം നടക്കുന്ന ദിവസമാണ്. ഗൂബെ ഒരു സോക്കർ പ്ലെയർ ആണ്. അവന്റെ ടീം മറ്റൊരു ടീമുമായി മത്സരിക്കുന്ന സമയം കാണികളുടെ
കുട്ടികളുടെ കൂട്ടത്തിൽ ജിയാങ് ഇരിപ്പുണ്ട്. ഗൂബെ ആദ്യം വളരെ കോൺഫിഡന്റ് ആയി മത്സരിക്കുന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് ടീം നന്നായി മുന്നേറുന്നത് കാണുന്ന ഗൂബയ്ക്ക് തന്റെ ടീമിന് നന്നായി കളിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ആശങ്കയുണ്ടാകുന്നു. ഇത് മനസ്സിലാക്കുന്ന ജിയാങ് അവളുടെ ബ്രേസ്ലെറ്റിന്റെ പവർ ഉപയോഗിച്ച് ഗൂബയെ സഹായിക്കാനായി തീരുമാനിക്കുകയും നല്ലൊരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബോള് ഗൂബയുടെ കാൽ കീഴിൽ എത്തുന്ന സമയം അവൾ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് ടൈം സ്റ്റോപ്പ് ആക്കുകയും ഓടിച്ചെന്ന ബോൾ എടുത്ത് ഓപ്പോസിറ്റ് ടീമിന്റെ ഗോൾ പോസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്നു. പിന്നീട് അവള് സമയം പഴയതുപോലെ ആക്കുമ്പോൾ ഗൂബെ ഗോൾ അടിച്ചതുപോലെയാണുള്ളത്. അങ്ങനെ അവൾ ഇത് പലതവണ ആവർത്തിച്ച് ഗൂബയുടെ ടീമിനെ ജയിപ്പിക്കുന്നു. ഗൂബെ അതിയായ സന്തോഷത്തിലാവുന്നു. അവന്റെ സന്തോഷം കാണുന്നതാണല്ലോ ജിയാങ്ങിന്റെ സന്തോഷം. ഇങ്ങനെ ഒരു പ്രത്യേക പവർ കയ്യിൽ കിട്ടിയ സമയം ജിയാങ് പണ്ട് അവൾക്കിട്ട് പണി കൊടുത്ത ഈക്കും മിന്നിനും എതിരെ ഒരു പണി കൊടുക്കാനായി മറന്നില്ല. മിൻ മനഃപൂർവ്വം ഈക്ക് വേണ്ടി ജിയാങ്ങിനെ കള്ളിയാക്കി ഇലക്ഷനിൽ നിന്ന് പുറത്താക്കാനായി അവളുടെ സ്വന്തം പേഴ്സ് ജിയാങ്ങിന്റെ ബാഗിൽ കൊണ്ട് വെച്ച കാര്യം ഓർക്കുന്ന ജിയാങ് ടൈം ഫ്രീസ് ചെയ്ത് എല്ലാവരെയും ഡിസപ്പിയർ ആക്കി എല്ലാ ക്ലാസ്മേറ്റ്സിന്റെയും കൂടി പേഴ്സ് വാരി കൂട്ടി അത് മിന്നിന്റെ ബാഗിൽ കൊണ്ടുവെക്കുന്നു. അങ്ങനെ ഇത് കൈയോടെ പിടിച്ച് മിന്നും മറ്റുള്ളവരുടെ മുന്നിൽ കള്ളിയാകുന്നു. ജിയാങ്ങിന് അതിയായ സന്തോഷം. ഇതിന്റെ ഇടയിൽ ജിയാങ് ഗൂബയോട് പതിവായി തന്നെ കത്തുകളിലൂടെ സംസാരിക്കാറുണ്ടായിരുന്നു. ആ സമയം ജിയാങ്ങിനെ ഞെട്ടിച്ചുകൊണ്ട് ഗൂബെ ജിയാങ്ങിനോട് നീയാണോ ഗെയിമിൽ ഗോൾ അടിക്കാനായി എന്നെ സഹായിച്ച ആ ഒരു അജ്ഞാത സുന്ദരി എന്ന് ചോദിക്കുന്നു. കാരണം അവന് നല്ല ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഗോളൊന്നും താനായിട്ട് അടിക്കുന്നതല്ല, തന്നെ കൊണ്ട് അദൃശ്യമായ എന്തോ ഒന്ന് ചെയ്യിപ്പിക്കുന്നതാണെന്ന്. അവളും അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു. താൻ അവനെ സഹായിച്ചത് അറിഞ്ഞാൽ അവന് തന്നോട് കൂടുതൽ സ്നേഹമാകുമല്ലോ എന്ന ചിന്തയിൽ. അങ്ങനെ പല കാര്യങ്ങൾ പവർ ഉപയോഗിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ജിയാങ് മറ്റൊരു കാര്യം കൂടി ചെയ്തു. സ്കൂളിൽ എക്സാം നടക്കുന്ന സമയം അവള് ഈ ഒരു മാജിക് പവർ ഉപയോഗിച്ച് പരീക്ഷയിൽ നല്ല ഒന്നാം തരമായി കോപ്പി അടിക്കുന്നു. ആ പരീക്ഷയുടെ മാർക്ക് വരുമ്പോൾ ടോപ്പാണ് നമ്മുടെ ജിയാങ്. അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മാർക്ക് അവൾക്ക് കിട്ടി അവള് ടോപ്പ് ആകുന്നത്. അവള് ക്ലാസ്സിലെത്തുമ്പോൾ കുട്ടികളും ടീച്ചറും ഒക്കെ അവളെ പ്രശംസിക്കുന്നു. അവള് കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ടാണ് ഇത്ര നല്ല റിസൾട്ട് കിട്ടിയതെന്ന് ടീച്ചർ പറയുമ്പോൾ മറ്റു കുട്ടികളെല്ലാം അവളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ മീയും ജിയാങ്ങിന്റെ ഈ ഒരു നല്ല കാലം കണ്ട് ഉള്ളിൽ പല്ല് കടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലൈബ്രറിയിൽ വെച്ച് ഗൂബയെ കാണുന്ന ജിയാങ് അവന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നു. അവനും കാര്യമായി തന്നെ അവളോട് തിരിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും അവന് ജിയാങ് ആണ് അവൻ കത്തിലൂടെ സംസാരിക്കുന്ന പെൺകുട്ടി എന്ന കാര്യം അറിയില്ല. എന്തായാലും ഇവര് രണ്ടുപേരും ഒന്നിച്ചിരുന്നിങ്ങനെ സംസാരിക്കുന്നത് കാണുന്ന ഈക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ മത്സരമെല്ലാം ജിയാങ്ങിനോടാണ്. അവൾ ഏത് മേഖലയിൽ കൈവയ്ക്കുന്നോ അതെല്ലാം സ്വന്തമാക്കണമെന്ന ചിന്തയാണ് ഈക്കുള്ളത്. അങ്ങനെ പിന്നീട് ലൈബ്രറിയിൽ വെച്ച് കത്തുകളിലൂടെ തന്റെ മാജിക്കൽ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് ജിയാങ് ഗൂബയുമായി സംസാരിക്കുന്നു. ഗൂബെ അവന് ഈ കത്തിലുള്ള പെൺകുട്ടിയെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് എഴുതുമ്പോൾ അത് വായിക്കുന്ന ജിയാങ്ങിന്റെ ഉള്ളൊന്ന് പെടയുകയാണ്. എന്നെ നേരിട്ട് കണ്ടാൽ അല്ലെങ്കിൽ ഞാനാണ് ഇത് എഴുതുന്നതെന്ന് അറിഞ്ഞാൽ അവന് അവളെ ഇഷ്ടമാകുമോ എന്ന പേടിയാണ് അവളുടെ ഉള്ളിൽ. എന്തായാലും ലൈബ്രറിയിൽ ഇവരിങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അറിയാതെ ഇങ്ങനെ ഓരോന്ന് കത്തുകളിലൂടെ മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഗൂബയുടെ അടുത്തെത്തി ഒരു കണക്ക് കൊടുത്തിട്ട് സോൾവ് ചെയ്ത് കൊടുക്കാമോ എന്ന് സംശയം ചോദിക്കുന്നു. അവൻ അത് സോൾവ് ചെയ്യാൻ അറിയില്ല. ഈ തക്കം നോക്കി അവന്റെ മുന്നിൽ അവൻ കിട്ടിയ ഒരു ചാൻസ് ആണ് ഇതെന്ന് മനസ്സിൽ വിചാരിച്ച് ജിയാങ് ടൈം ഫ്രീസ് ചെയ്ത് നേരെ സ്റ്റാഫ് റൂമിലേക്ക് ഓടി കണക്ക് മാഷിന്റെ പുസ്തകത്തിൽ നിന്ന് അതിന്റെ ഉത്തരം മനഃപ്പാടമാക്കി തിരിച്ചു വന്ന് സമയം പഴയതുപോലെ ആക്കി ആ പെൺകുട്ടിക്ക് അത് ബുക്കിൽ സോൾവ് ചെയ്ത് കൊടുക്കുന്നു. ആ പെൺകുട്ടി നന്ദി പറഞ്ഞു പോകുമ്പോൾ അവളുടെ ഒരു കൂട്ടുകാരി എത്തി ഒരു കണക്ക് കൊടുത്ത് ജിയാങ്ങിനോട് സോൾവ് ചെയ്യാനായി ആവശ്യപ്പെടുന്നു. ജിയാങ് വീണ്ടും അതേ ട്രിക്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ ജിയാങ് രണ്ട് ടഫായ കണക്ക് സോൾവ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ അവളുടെ മുന്നിലേക്ക് കണക്ക് സോൾവ് ചെയ്യാനായി വരുന്നു. ഇത്രയും പേരെ ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് പാടായതുകൊണ്ട് ജിയാങ് അവിടെ നിന്ന് ഒറ്റ ഓട്ടം. പിന്നീട് PT പീരീഡിൽ സാറ് ഒരു റേസിന്റെ കാര്യം പറഞ്ഞ് ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നല്ല വണ്ണമുള്ള ജിയാങ് ഇതില് നല്ല 8 നിലയിൽ പൊട്ടുമെന്ന് ഉറപ്പുള്ള ഈ ജിയാങ്ങിനെ പിടിച്ച് തള്ളുന്നു. അവൾ മുമ്പോട്ട് ഇങ്ങനെ വരുന്നത് കാണുന്ന സാറ് എന്താ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അവളുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ റേസിന് ജിയാങ്ങിന്റെ പേരെഴുതുന്നു. അങ്ങനെ ആ റേസിന്റെ ദിവസം വന്നെത്തുന്നു. ജിയാങ് റേസിൽ തോൽക്കുന്നത് കണ്ട് ആസ്വദിക്കാനായി അവൾ ഓടാൻ നിൽക്കുന്ന വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. ഈ റേസ് സ്റ്റാർട്ട് ആവുന്നു. മറ്റു കുട്ടികൾ സ്പീഡിൽ മുന്നോട്ട് ഓടി പോകുന്നു. ജിയാങ്ങിനാണെങ്കിൽ നന്നായി ഓടാൻ സാധിക്കാതെ അവൾ കഷ്ടപ്പെടുകയാണ്. പെട്ടെന്ന് അവൾ അവളുടെ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് ടൈം ഫ്രീസ് ചെയ്ത് ഒടുവിൽ ആ ഒരു റേസിൽ ജയിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് അവൾ ഈ ടൈം ഫ്രീസ് ചെയ്തതോ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ചതോ ഒന്നും അറിയില്ലല്ലോ. നോക്കുമ്പോൾ അവൾ ഓടുന്നു, ജയിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ ഒരു കാഴ്ച കണ്ടതും വീണ്ടും മിന്നിന്റെയും ഈയുടെയും ചങ്ക് തകരുന്നു. അവർ ഇതിനെപ്പറ്റി തന്നെ കഫേലിരുന്ന് സംസാരിക്കുകയാണ്. എന്തായാലും ഓടുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തത് വീണ്ടും വീണ്ടും ഇട്ട് കാണുന്ന മിൻ ജിയാങ് അവളുടെ ബ്രേസ്ലെറ്റിൽ എന്തോ ചെയ്യുന്നത് പോലെ തോന്നുകയും ആ ബ്രേസ്ലെറ്റ് അങ്ങ് അടിച്ചു മാറ്റാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഗൂബെ നേരിൽ കാണണമെന്ന്
നിരന്തരമായി ആവശ്യപ്പെടുന്നത് കൊണ്ട് ഒടുവിൽ നേരിൽ കാണാനായി ജിയാങ് സമ്മതിക്കുന്നു. അവള് ഗൂബയെ കാണാൻ പോകുമ്പോൾ ഇടാനായി മനോഹരമായ ഒരു വസ്ത്രം വാങ്ങാനായി കടയിൽ ചെല്ലുന്നുണ്ടെങ്കിലും വില കാരണം ഒന്നും അങ്ങോട്ട് വാങ്ങാൻ സാധിക്കുന്നില്ല. ഒടുവിൽ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് ആരും കാണാതെ ആ ഒരു ഡ്രസ് അവൾ അങ്ങ് മോഷ്ടിക്കുന്നു. അങ്ങനെ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് തന്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിയെടുക്കുകയാണ് ജിയാങ്. അവള് സ്കൂളിൽ ചെല്ലുമ്പോൾ ആവശ്യമില്ലാത്ത സമയം ആ ബ്രേസ്ലെറ്റ് കയ്യിൽ അണിയാറില്ല. അത് ലോക്കറിൽ ഊരി വെക്കാറാണ് ഉള്ളത്. ഇത് മനസ്സിലാക്കുന്ന ഈയും മിന്നും കൂടി ജിയാങ്ങിന്റെ ലോക്കറിൽ നിന്ന് ആ ഒരു ബ്രേസ്ലെറ്റ് അടിച്ചു മാറ്റുകയും അത് ഉപയോഗിച്ച് നോക്കുകയും ചെയ്യുന്നു. പക്ഷെ അവർക്കൊന്നും സംഭവിക്കുന്നില്ല. ഇതെന്തുവാ വർക്ക് ചെയ്യാത്തതെന്ന സംശയത്തിൽ അവർ ജിയാങ് അറിയാതെ അവളുടെ ബാഗ് പരിശോധിക്കുമ്പോൾ അവളുടെ പേഴ്സണൽ ഡയറിയിൽ ജിയാങ് തന്റെ മാജിക്കൽ ബ്രേസ്ലെറ്റ് തനിക്ക് മാത്രമേ വർക്ക് ചെയ്യൂ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇവര് വായിക്കുന്നു. ഈ ഒരു കാര്യം ആ ഒരു വൃദ്ധയാണ് ജിയാങ്ങിന് പറഞ്ഞു കൊടുത്തിരുന്നത്. ഈ ബ്രേസ്ലെറ്റ് അവൾക്ക് മാത്രമേ വർക്ക് ചെയ്യൂ എന്ന്. എന്തായാലും ബ്രേസ്ലെറ്റ് ജിയാങ്ങിനെതിരെ ഉപയോഗിച്ച് അവൾക്കിട്ട് പണി കൊടുക്കാനായി അടിച്ചു മാറ്റിയ ഈയും മിന്നും ഈ ബ്രേസ്ലെറ്റും കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് ജിയാങ്ങിന് കിട്ടാത്ത രീതിയിൽ എവിടെയെങ്കിലും കൊണ്ടേ കളയാൻ തീരുമാനിച്ച് ഒരു ട്രാഷിൽ കൊണ്ടേ ഇടുകയും ചെയ്യുന്നു. അങ്ങനെ ജിയാങ്ങിന് ആ ബ്രേസ്ലെറ്റ് നഷ്ടമാകുന്നു. അങ്ങനെ ഇരിക്കെ അവൾക്ക് സ്കൂളിൽ എക്സാം വരുന്നു. ജിയാങ് കോപ്പി അടിക്കാനായി ശ്രമിക്കുന്നു. അത് പിടിക്കപ്പെടുന്നു. അതിനെപ്പറ്റി പറയാനായി ജിയാങ്ങിന്റെ അമ്മയെ സ്കൂളിലേക്ക് വിളിപ്പിക്കുന്നു. ജിയാങ് കോപ്പി അടിച്ചത് മാത്രമല്ല തുണിക്കടയിൽ നിന്ന് വസ്ത്രം മോഷ്ടിച്ചതടക്കം അവൾ ചെയ്ത പല കാര്യങ്ങളും ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ റിവീൽ ആയിരിക്കുകയാണ്. സ്കൂളിലെ കുട്ടികളെല്ലാം ഇത് പറഞ്ഞ് കളിയാക്കുമ്പോൾ ജിയാങ് സ്കൂളിൽ നിന്ന് നാണക്കേട് കൊണ്ട് ഓടി ഒളിക്കുന്നു. അവൾ ഒരു സ്ഥലത്തേക്ക് എത്തി ദേഷ്യം തീർക്കാനായി കയ്യിൽ കിട്ടുന്ന ചില്ലുപാത്രമെല്ലാം തല്ലി പൊട്ടിക്കുന്ന സമയം അവിടെ നിന്ന് അവൾക്ക് അപ്രതീക്ഷിതമായി ഈ കൊണ്ട് കളഞ്ഞ ആ ഒരു ബ്രേസ്ലെറ്റ് കിട്ടുകയാണ്. ആ ബ്രേസ്ലെറ്റ് അവൾ കയ്യിലെടുത്ത് അണിയുന്നുണ്ടെങ്കിലും തിരികെ അന്ന് വീട്ടിലേക്ക് പോകുന്നില്ല. വീട്ടിൽ ജിയാങ് എത്താത്തതിനെ തുടർന്ന് ടെൻഷൻ ആവുന്ന ജിയാങ്ങിന്റെ അമ്മ ആകെ വട്ടുപിടിച്ച് മകളെ എല്ലായിടത്തും അന്വേഷിക്കുന്നു. പക്ഷെ ജിയാങ് വീട്ടിലേക്ക് പോയിട്ടേയില്ല. അങ്ങനെ ഇരിക്കെയാണ് 2 ദിവസം കഴിഞ്ഞ് അവൾ ഗൂബയെ കാണാനായി മുന്നേ തീരുമാനിച്ചു വെച്ച സമയത്ത് ജിയാങ് ചെല്ലുന്നത്. പക്ഷെ അവൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവളെ കാത്തു നിന്ന് ഗൂബയുടെ അടുത്തേക്ക് ഈ വരുന്നതാണ്. ഈ നേരത്തെ പേഴ്സണൽ ഡയറിയിൽ നിന്ന് ഇന്ന ദിവസം ഗൂബയും ജിയാങ്ങും കാണാനായി തീരുമാനിച്ച കാര്യവും ഇവർ കത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യവും ഒക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗൂബയുടെ ഉള്ളിൽ ഇവളാണ് കത്തിലൂടെ ഗൂബെ സംസാരിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി എന്ന ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ റിലേഷനിലാവുന്നു. ഈ ഒരു കാഴ്ച ജിയാങ്ങിനെ വളരെയധികം വിഷമിപ്പിച്ചു. അവള് അമ്മയുടെ മുന്നിൽ കള്ളിയായതും കൂട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടതും ഇപ്പോൾ ഗൂബയെ നഷ്ടപ്പെട്ടതും എല്ലാം ഓർത്ത് വീട്ടിലേക്ക് പോയിട്ടില്ല. അങ്ങനെ 1 വർഷം കടന്നു പോകുന്നു. അവൾ ആ വൃദ്ധയെ അപ്രതീക്ഷിതമായി ഒരു ദിവസം കാണുന്നു. തന്റെ അവസ്ഥയെ പറ്റി ജിയാങ് ആ വൃദ്ധയോട് പറയുമ്പോൾ ആ വൃദ്ധ അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഈ ഒരു ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് മനുഷ്യന്റെ ഉള്ളിലെ മെമ്മറികൾ മായ്ച്ചു കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പഴയ രീതിയിലേക്ക് ജിയാങ്ങിന്റെ ജീവിതം ആകണമെങ്കിൽ അവള് ആളുകളെ ഫേസ് ചെയ്യാനുള്ള മടിയും പേടിയും ഉപേക്ഷിച്ച് അതൊക്കെ നേരിട്ടേ സാധിക്കൂ. അങ്ങനെ ആ ഒരു വൃദ്ധ നൽകുന്ന മോട്ടിവേഷനിൽ മനസ്സ് മാറി അമ്മയെ ചെന്ന് കാണുകയാണ് ജിയാങ്. അമ്മ അവളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നു. അവളോട് ദേഷ്യത്തോടെ പെരുമാറിയതിനും ശാസിച്ചിരുന്നതിനുമെല്ലാം മാപ്പ് ചോദിക്കുന്നു. അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിൽ അതിയായ സങ്കടവും കുറ്റബോധവും തനിക്കുണ്ടെന്ന് അമ്മ പറയുന്നു. അങ്ങനെ പിന്നീട് ജിയാങ് അവളുടെ സ്കൂളിലേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും അവളുടെ ടേബിളും കസേരയും ഒക്കെ സ്കൂളിന്റെ ഒരു മൂലയിലേക്ക് മറ്റു കുട്ടികൾ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അവൾ യാതൊരു പരിഭവവും പറയാതെ അവിടെ ചെന്നിരിക്കുന്നു. തന്റെ ജീവിതം അടിമുടി മാറ്റാനായി അവൾ തീരുമാനിക്കുന്നു. അതിനായി നന്നായി പഠിക്കുകയും എക്സസൈസ് ചെയ്യുകയും ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ജിയാങ്. ഇതിന്റെ ഇടയിൽ അവള് ഗൂബയുടെ വീട്ടിലേക്ക് ഒരു ദിവസം അവളുടെ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് ചെല്ലുന്നു. അവൾ അവളെ അടിമുടി മാറ്റാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനോടുള്ള ഇഷ്ടം മാത്രം മാറ്റാൻ അവൾ തയ്യാറല്ല. അവന്റെ മുറിയിൽ എത്തി കഴിയുമ്പോഴാണ് ഒരു ഭിത്തി നിറയെ സ്റ്റിക്കി നോട്ട്സ് അവൻ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നത്. അവന്റെ അജ്ഞാത സുന്ദരി വായിക്കാനായി. അവൻ അതിൽ എഴുതിയിട്ടുണ്ട് അവനെ അവന്റെ അജ്ഞാത സുന്ദരിയാണെന്ന് പറഞ്ഞ് പറ്റിച്ചു. അത് കുറച്ചുനാൾ അവൻ വിശ്വസിച്ചു പോയി. പക്ഷെ പിന്നീട് അവളല്ല അതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം എന്നും അവന്റെ അജ്ഞാത സുന്ദരി നേരിട്ട് വരാനായി അവൻ കാത്തിരിക്കുകയാണെന്ന്. ഇത് വായിക്കുന്ന ജിയാങ്ങിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും അവൾ അവളെ തന്നെ അടിമുടി മാറ്റാനായി അവളുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പരിശ്രമം മുടക്കിയില്ല. അങ്ങനെ കുറെ നാളുകൾക്കൊടുവിൽ അവളുടെ കഠിനമായ പരിശ്രമത്തിൽ വളരെയധികം വെയിറ്റ് കുറച്ചെടുക്കാൻ ജിയാങ്ങിന് സാധിച്ചു. കൂടാതെ പരീക്ഷയ്ക്ക് കോപ്പിയൊന്നും അടിക്കാതെ നല്ല മാർക്കും അവൾക്ക് നേടാൻ കഴിഞ്ഞു. അങ്ങനെ അവൾ പുതിയൊരു ജിയാങ് ആയി മാറുന്നു. രൂപം കൊണ്ടും ഭാവം കൊണ്ടും എല്ലാം കൊണ്ടും. ഇതിന്റെ ഇടയിൽ ജിയാങ് ആണ് തന്റെ അജ്ഞാത സുന്ദരി എന്ന സംശയം ഗൂബയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവൻ അതിനെപ്പറ്റി അവളോട് ആദ്യം തിരക്കുമ്പോൾ അവൾ അല്ല എന്ന് നിരസിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതിൽ കുറ്റബോധം തോന്നിയ അവൾ വീണ്ടും ഒരു കത്തിലൂടെ തന്നെ ഞാനാണ് നിന്റെ അജ്ഞാത സുന്ദരി, നീ ആദ്യം ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു വിട്ടതിന് മാപ്പെന്ന് പറഞ്ഞ് അവന് വേണ്ടി കുറിപ്പ് എഴുതുന്നു. ആ ഒരു കത്ത് ഗൂബയുടെ വീട്ടിൽ വെക്കാനായി അവിടെ ചെല്ലുന്ന അവൾ അവിടെ മറ്റൊരു കുറിപ്പ് കാണുന്നു. അതിൽ ഗൂബെ കുടുംബത്തോടൊപ്പം ഈ ഒരു ടൗൺ വിട്ട് താമസം മാറുകയാണെന്ന കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ഇപ്പോഴുള്ള ട്രെയിനിൽ പുറപ്പെടുകയാണ് എന്ന് ആ ഒരു കുറിപ്പിൽ നിന്ന് വായിക്കുന്ന അവൾ ഉടനെ തന്നെ വളരെ പാടുപെട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ടെങ്കിലും
ട്രെയിൻ അതിനോടകം നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവള് മുന്നോട്ട് പതിയെ നീങ്ങി തുടങ്ങുന്ന ട്രെയിനിന്റെ ഒപ്പം എത്താൻ ശ്രമിച്ച് ഗൂബയുള്ള ജനാലയുടെ അവിടെ തട്ടി വിളിച്ച് അവനോട് അവളാണ് കത്തിലൂടെ അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്ന പെൺകുട്ടി എന്ന് പറയുന്നു. കൂടാതെ അവളുടെ ഫോൺ നമ്പറും അവിടെ തറയിൽ എഴുതി വെക്കുന്നു. ഗൂബെ അത് മനഃപ്പാടമാക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും 10 അക്കങ്ങളിൽ 9 അക്കം അവൻ അതിനോടകം മനഃപ്പാടമാക്കുന്നു. പിന്നെ ലാസ്റ്റത്തെ ഒരു നമ്പർ അല്ലേ, അത് നമുക്ക് ട്രൈ ചെയ്ത് ഒടുക്കം കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ കത്തിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന അവർ ഇനി കത്തിലൂടെ സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിലും ഫോണിലൂടെ സംസാരിക്കാമല്ലോ എന്ന ആ ഒരു ലെവലിലേക്ക് എത്തുന്നു. ജിയാങ് ഇപ്പോൾ എന്തുകൊണ്ടും ഹാപ്പിയാണ്. അവൾ ആഗ്രഹിച്ച ചെറുക്കനെ അവൾക്ക് കിട്ടിയിരിക്കുന്നു. അവൾ ആഗ്രഹിച്ച പോലെ നല്ല മാർക്ക് കിട്ടിയിരിക്കുന്നു. എല്ലാത്തിലും ഉപരി അവൾ ആഗ്രഹിച്ച പോലെ ശരീരഭാരം കുറച്ച് നല്ല സുന്ദരിയാവാൻ അവൾക്ക് സാധിച്ചിരിക്കുന്നു. എല്ലാവരും അവളിപ്പോൾ പ്രശംസിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവൾ വീണ്ടും ആ ഒരു വൃദ്ധയെ കണ്ടുമുട്ടുന്നു. ആ സമയം ആ വൃദ്ധ ഒരു ചെറിയ പയ്യന്റെ അടുത്തിരുന്ന് പണ്ട് ജിയാങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പയ്യനാണെങ്കിൽ മുന്നത്തെ ജിയാങ്ങിനെ പോലെ കുറച്ച് തടിച്ച ശരീരപ്രകൃതമുള്ളവനുമാണ്. ജിയാങ് അവളുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് ഊരി ആ വൃദ്ധയ്ക്ക് കൊടുത്തിട്ട് ഇനി ഈ ബ്രേസ്ലെറ്റും കൊണ്ട് എന്നെ പോലെ മറ്റു പലരുടെയും കാഴ്ചപ്പാടും ചിന്താഗതികളും ഒക്കെ മാറ്റിമറിക്കേണ്ട സമയമായെന്ന് ആ വൃദ്ധയോട് പറഞ്ഞ ശേഷം അവൾ സന്തോഷത്തിൽ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്.